അത് ഞാൻ പറയുന്നത്, അതായത് കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഭാവി അല്ല ഭാവി. ചെറിയ കുട്ടികളെ ഈ ക്ലാസ്സിൽ നിന്ന് ഇടക്കിടക്ക് മൂത്രയിക്കാൻ പോകണം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിലെന്ത് സൈക്കോളജിക്ക് എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. ഇംഗ്ലീഷ് വളരെ സിമ്പിൾ ആണ്. 10 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം. അല്ല, അങ്ങനെ അനേക അനകകളുണ്ട്, അത് നമ്മൾ കണക്കാക്കണ്ട. അനേക അനകകളുണ്ട്. ഈ ഇന്നലെ ഇറങ്ങിയ സിനിമ ഉണ്ടല്ലോ ബ്രഹ്മയുഗം, അത് ഷൂട്ട് ചെയ്ത മോണോക്രോമിലാട്ടോ. മോണോക്രോം പറഞ്ഞ പക്ഷെ ഉണ്ട് എല്ലാ ശനിയാഴ്ചയും. പ്രൊനൗൺസിയേഷൻ അല്ല, പ്രൊനൗൺസിയേഷൻ അത് കറക്റ്റ്. നൗൺ അല്ല. നിങ്ങൾ മൈസൂർ പാക്ക് അപ്പൊ എന്താന്ന് വിചാരിച്ചിട്ടുള്ളത്? മൈസൂർ പാക്ക് മൈസൂരിൽ നിന്ന് ഇരുന്നാ വിചാരിച്ചിട്ടുള്ളത്? ടോണി സാറുടെ മണ്ണിന്റെ വീഡിയോ അടിപൊളിയായിരുന്നു. അത് നല്ല കിടിലം വീഡിയോ ആയിരുന്നു, കിടിലം വീഡിയോ ആയിരുന്നു. പിന്നെ മറ്റേ മാഷുമാർ വരും, നമുക്ക് നമ്മുടെ ഇതുമായിട്ട് ഒരു മിനിറ്റ് മാഷുമാർ അവരോട് വരട്ടെ, വരി, നമുക്ക് 1-2 കാര്യം ചർച്ച ചെയ്യാനുണ്ട്. ഇരിക്കും. മറ്റേ അൻഷിഫ് സാറുടെ നമ്മള് നമ്മുടെ മാർച്ച് 4-ാം തീയതി നമ്മുടെ LPUPന്റെ ക്രാഷ് കോഴ്സ് തുടങ്ങുന്നുണ്ട് ഡേയ്സില്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മളെ മാഷന്മാരൊക്കെ നേതൃത്വം ചർച്ച ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള അധ്യാപകരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഒന്ന് നമ്മുടെ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് ഞാൻ പറയുന്നത്, അതായത് കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഭാവി അല്ല ഭാവി. നിങ്ങള് അക്ഷരനഗരി എന്നല്ലേ വരുന്നത്, കോട്ടയത്ത് നിന്ന്? അല്ല, മലയാളത്തിൽ എങ്ങനെ സത്യത്തില് ഭാവി എന്നാണോ ഭാവി എന്നാണോ പറയുന്നത്? കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ഓക്കെ, കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇനി വരാൻ പോകുന്ന മാർച്ച് 4-ാം തീയതി നമ്മൾ തുടങ്ങുന്ന LPUPയുടെ ക്രാഷിലാണ്. സാറേ, നമുക്ക് മലയാളത്തിൽ നിന്ന് 1 മാർക്ക് എന്തായാലും ഉറപ്പ് കിട്ടുന്ന ഒരു മേഖലയാണ് പദശുദ്ധി എന്നുള്ളത്. അപ്പൊ ഇതുപോലെ തന്നെ യാദൃശ്ചികം എന്ന് നമ്മൾ നിത്യജീവിതത്തിൽ പ്രയോഗിച്ച് കാണാറുണ്ട്. അപ്പൊ ഇത്തരം പദങ്ങള് ഇന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ലിഖിത രീതിയിലാണ്. ലിഖിതമായിട്ടുള്ളത് യാദൃച്ഛികം എന്നാണ് നമ്മൾ പറയുന്നത്. യാദൃശ്ചികം എന്നൊരു പദം മലയാളത്തിൽ ഷാന്റെ പ്രൊനൗൺസിയേഷനേ ഉള്ളൂ, അവിടെ എഴുത്തില്ല. നിത്യജീവിതത്തിലെ മലയാളമല്ല നമ്മള് പരീക്ഷയ്ക്ക് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ധാരാളം സാറേ അതിന് ചെമപ്പ് എന്നാണ് പറയാ, ചെമപ്പ്. പക്ഷെ ഞാൻ ഇത്രയും കാലം കരുതി എന്താണെന്നറിയോ, നമ്മുടെ പാദസ്വരം എന്ന് പറയുന്നത് പാദത്തിൽ സ്വരം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഈയിടയ്ക്കാണ് ഞാൻ അറിഞ്ഞത് പാദസരമാണെന്ന്. കാരണം അത് ആ പാട്ട് കേട്ടപ്പം 1000 പാദസരങ്ങൾ കിരിങ്ങുന്ന പാട്ട് ഇറങ്ങിയത് ഇയാള് എതിർത്താണ് തെറ്റായിട്ടാ പാടുന്നതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ പാദസ്വരമല്ല, പാദസരമാണ് അല്ലെ? അതുപോലെ തന്നെ മൈസൂർ പാക്ക് അപ്പൊ എന്താന്ന് വിചാരിച്ചിട്ടുള്ളത്? മൈസൂർ പാക്ക് മൈസൂരിൽ നിന്ന് ഇരുന്നാ വിചാരിച്ചിട്ടുള്ളത്? ഞാൻ ജീവിച്ചു നോക്കട്ടെ. പ്രൊനൗൺസിയേഷൻ അല്ല, പ്രൊനൗൺസിയേഷൻ അത് കറക്റ്റ്. നൗൺ അല്ല. അല്ല, അത് ഇംഗ്ലീഷ് പോലെ സൂചിപ്പിച്ചത് നന്നായി. കാരണം നമ്മൾ കുറെ ഉപയോഗിക്കുന്ന, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കമന്റ്സ് അല്ല, അതാണ് കൊമന്റ്സ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പ്രൊനൗൺസിയേഷൻ അല്ല, അല്ല സാറേ, നിങ്ങൾ എന്താ മൊബൈലിൽ ഇങ്ങനെ കുറെ ഇവിടെ അറിയോ LPUPയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ഒരു വിഷയം 20 മാർക്കാണ് സൈക്കോളജി. അല്ല, സൈക്കോളജി പുലി പറയൂ, എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക്? LPUP പരീക്ഷയിൽ നമുക്ക് 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും സൈക്കോളജിയിലുള്ളത്. ഈ 20 മാർക്ക് സൈക്കോളജി കിട്ടാൻ മലയാളത്തിനെ പോലെ ഇംഗ്ലീഷിനെ പോലെ അത്ര ബുദ്ധിമുട്ടല്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് സൈക്കോളജിയിൽ മാർക്ക് വാങ്ങാം. ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാ, പക്ഷെ വളരെ സിമ്പിളാണ്. ഞാൻ അങ്ങനെ പറഞ്ഞത് ഇംഗ്ലീഷ് വളരെ സിമ്പിൾ ആണ്. 10 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം. ഇംഗ്ലീഷ് 10 മാർക്കിന് ഒരു പ്രശ്നമുള്ളത്, ഈ വർഷം നമുക്ക് ഇംഗ്ലീഷിലൊക്കെ സിലബസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ കോംപ്രിഹെൻഷൻ ഒരു മേഖലയിൽ ഒരു കുട്ടിയുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ മാത്രമാണ് ഒരു കോംപ്രിഹെൻഷൻ ഉണ്ടാവുക. കുട്ടിക്ക് മാർക്ക് കുറയാനുള്ള ഒരു സാധ്യത, ഒരു എറർ പോസിബിലിറ്റി ഉണ്ട്. 3 ക്വസ്റ്റ്യന്റെ കോംപ്രിഹെൻഷനിൽ എത്ര തന്നെ നമ്മൾ സിമ്പിൾ ആണെന്ന് പറഞ്ഞാലും അതിൽ എറർ പോസിബിലിറ്റി ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ചെറിയ കുട്ടികളെ ഈ ക്ലാസ്സിൽ നിന്ന് ഇടക്കിടക്ക് മൂത്രയിക്കാൻ പോകണം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിലെന്ത് സൈക്കോളജിക്കൽ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ? അല്ല, അതില് സൈക്കോളജിക്കൽ എന്തോ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇടക്കിടക്ക് മൂത്രയിക്കാൻ പോകണം എന്ന് പറയുന്നത്. അല്ല, അത് സൈക്കോളജി അല്ലേ? കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ സാറ് ചോദിച്ചാല് മൂത്രത്തിന് എന്ത് നിറ സാധാരണ ഉണ്ടാവാ? മൂത്രത്തിലൊരു യെല്ലോ കളറല്ലേ? അതിന് കാരണക്കാരനായ ഒരു മഞ്ഞപ്പിത്തം ഉണ്ടായതുകൊണ്ടല്ലേ? അതെ, മഞ്ഞപ്പിത്തം. അത് ഇത് കുട്ടികൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്താ വെച്ചാൽ മൂത്രത്തിന് നിറം നൽകുന്ന ആരാന്ന് വെച്ചാൽ ഇവന്മാര് ചാടി കയറി ബിലിറുബിൻ. കാരണം ഈ മഞ്ഞപ്പിത്തം ബിലിറുബിനുമായിട്ട് ശരിക്കും അതല്ല, അത് യൂറോക്രോമാണ്.
യൂറോക്രോം ആണ് ശരിക്കും മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്നത്. Okay. പക്ഷേ psychology. പറയാം. പിത്തരസത്തിന് ബിലിറുബിനാണ്. അല്ല ഈ യൂറോക്രോം എന്ന് പറഞ്ഞപ്പോഴേ ഈ ഇന്നലെ ഇറങ്ങിയ സിനിമ ഉണ്ടല്ലോ ബ്രഹ്മയുഗം, അത് ഷൂട്ട് ചെയ്ത മോണോക്രോമിലാട്ടോ. മോണോക്രോം എന്താ പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഉപയോഗിക്കുന്നതാണ് മോണോക്രോം എന്ന് പറയാം. അത് സാന്ദർഭികമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. Okay, ശരി, മോണോക്രോം. ശരി. അല്ല സംഭവം ശരിയാണ്. 15 മാർക്ക് മാത്സ് ഉണ്ടോ? 15 മാർക്ക് 15 മാർക്ക് മാത്സ് ആണ്. 15 മാർക്ക് മാർക്ക്. പക്ഷെ ഞാൻ സൈക്കോളജി ഇംഗ്ലീഷ് പോലെ തന്നെ നമുക്ക് 15 മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റണം. വെറും 17 ടോപ്പിക്, ആ 17 ടോപ്പിക്കില് 3 ടോപ്പിക് വെറും ചെറിയ ടോപ്പിക്കുകൾ. പക്ഷേ ഷിബിൻ സാറേ, അതായത് SCRT ബേസ്ഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിപ്പം, അതായത് 2022 വന്ന NCA നിയമനത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ SCRT ബേസ്ഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ കുട്ടിക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ? തീർച്ചയായിട്ടും പറ്റും. ഈ 15 മാർക്കിൽ ഒരു 2-3 മാർക്ക് നമുക്ക് നല്ല ടഫിൽ വരാൻ ചാൻസ് ഉണ്ട്. അതിൽ 2 മാർക്ക് എങ്ങനെ നോക്കിയാലും SCRT ഉണ്ടായിരിക്കും. ഷിബിൻ സാറേ, ഞാനതില് ഇപ്പൊ നമ്മളെ NCAന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു, അനകസംഖ്യയുടെ ഒരു അനകസംഖ്യ ഉണ്ടല്ലോ, പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഈ അനകസംഖ്യയുടെ അനകസംഖ്യ ഏത് നല്ല ചോദിച്ചത്, അനകസംഖ്യയുടെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യം. അനകസംഖ്യ എന്താണെന്നും അനകസംഖ്യയുടെ ചെറിയത് ഏതെന്നും അങ്ങനെ 3 പ്രസ്താവന ഉണ്ടായിരുന്നു. 3 പ്രസ്താവന വന്നിട്ട് നമ്മളെ പതിവ് പോലെ ആ ചോദ്യം എങ്ങനെയായിരുന്നു, അനകസംഖ്യകളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവന പരിശോധിച്ച് ശരിയാകാൻ എഴുതുക എന്നുള്ളത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ പ്രസ്താവന എങ്ങനെയായിരുന്നു, അനകസംഖ്യകളുടെ ഘടകങ്ങളുടെ തുക എപ്പോഴും 2 ആയിരിക്കും. ഘടകങ്ങളുടെ തുക സംഖ്യയുടെ ഇരട്ടി ആയിരിക്കും എന്നുള്ളതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. രണ്ടാമത്തത്, അനകസംഖ്യയിലെ ഘടകങ്ങളുടെ തുകയിൽ നിന്ന് ആ സംഖ്യ കുറച്ചാൽ അനകസംഖ്യ കിട്ടും എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. മൂന്നാമത്തത്, 1000-ന് താഴെ 4 അനകസംഖ്യകൾ ഉണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അതിൽ അനകസംഖ്യകളുടെ ഘടകങ്ങളുടെ തുക സംഖ്യയുടെ ഇരട്ടി ആയിരിക്കും എന്നുള്ളത് ശരിയാണ്. ഘടകങ്ങളുടെ തുകയിൽ നിന്ന് ആ സംഖ്യ കുറച്ചാൽ. എനിക്ക് ഡൗട്ട്, എന്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ച പെൺകൊച്ചിന്റെ പേര് അനഘ എന്ന് പറയുന്നത്. ഈ അനഘ എന്ന് പറഞ്ഞ കറക്റ്റ് അത് മലയാളത്തിൽ അനഘ എന്നാണ് അത് ഈ അനക പറയുമ്പോ ഞാൻ ബയോളജിയിലും അനക വേറെ അനക, അങ്ങനെ ബയോളജിയിൽ അനക ഉണ്ട്. അല്ല, അങ്ങനെ അനേക അനകകളുണ്ട്, അത് നമ്മൾ കണക്കാക്കണ്ട. അനേക അനകകളുണ്ട്. അതായത് അനക എന്ന് പറയുന്നത് ഏത് ഇനമാണ്? എന്ത് സംഖ്യ ഇനമാണ്? തക്കാളിയുടെ ഇനമാണ്. മേഘത്തിന്റെ കാലല്ലേ? അതെ, അനക എന്ന് പറയുന്നത് ഏത് ഇനമാണ്? അത് തക്കാളിയുടെ അത് മറ്റേ അഞ്ജനം എന്നത് ഞാൻ അറിയും, അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കുന്ന പോലെ. രണ്ടും 2 കായാണ്. സംഖ്യക്ക് ഈ കായാണ്, മറ്റത് ഘടികാരത്തിന്റെ കായാണ്. ഈ 13 എന്ന സംഖ്യ ഉണ്ടല്ലോ, 13 അക്കത്തിന് അൺലക്കി നമ്പർ ശൈലിയുണ്ട്, ഒരു ഇഡിയം എന്ന് പറയും ഇംഗ്ലീഷിൽ. അത് ഈ ബേക്കേഴ്സ് ഡസൻ എന്നാ പറയാ. ബേക്കേഴ്സ് ഡസൻ. അപ്പൊ ചോദിക്കാറുണ്ട് എക്സാമിനൊക്കെ, ബേക്കർ ബേക്കറി ബേക്കേഴ്സ് ഡസൻ. അപ്പൊ 13 സംഖ്യ ബ്രിട്ടീഷ് ഒരു ഡസൻ 12 പ്ലസ് 13 നമ്പർ. കുറിച്ച് പറഞ്ഞപ്പോഴാണ്, അതായത് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കേടുകൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു ഉണ്ട്, അത് സോഡിയം ബെൻസോയേറ്റ് ആണ്. സോഡിയം ബെൻസോയേറ്റ് അത് കുറെ കാലമൊക്കെ, അതായത് എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കേടുകൂടാതെ എന്ത് ചെയ്യാൻ പറ്റും, സൂക്ഷിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ സോഡിയത്തിന്റെ സംയുക്തമായതെന്ന് പല എക്സാമ്പിൾക്കും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് സോഡിയം ബെൻസോയേറ്റ്. മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താ? മണ്ണിന്റെ പഠനം മണ്ണിന്റെ കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ ടോണി സാറുടെ മണ്ണിന്റെ വീഡിയോ അടിപൊളിയായിരുന്നു. അത് നല്ല കിടിലം വീഡിയോ ആയിരുന്നു. അപ്പൊ മൊയ്തീന്റെ സോങ് കേട്ടിട്ട് അടിപൊളി സോങ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. നിങ്ങളെ മണ്ണുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം പറയാം? അതായത് മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. ഓക്കെ. പക്ഷെ ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസം ഡിസംബർ 5. ഇപ്പോഴത്തെ NCA നിയമനത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഓരോ UN-ന്റെ വർഷങ്ങൾ ചോദിക്കലുണ്ട്. NCA നിയമനത്തിൽ മാത്രമല്ല, ലാസ്റ്റ് നടന്ന എക്സാമുകൾക്ക് പോലും, കാരണം ഈ ലാസ്റ്റ് നടന്ന ഒരു എക്സാമിന് റീസെന്റ് ഈ 10-ാം തീയതി നടന്ന ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് പീരിയോഡിക് ടേബിൾ ഇയർ ഏതാണ്. അത് നമ്മുടെ NCA നിയമനത്തിന് എന്ത് ചോദിച്ചിട്ടുണ്ട്. കാരണം NCA നിയമനത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ LP-UP-യുടെ സിലബസിൽ 2 മാർക്ക് കറണ്ട് അഫെയർ, അതായത് 7 മാർക്ക് കെമിസ്ട്രി ആണെങ്കിൽ 2 മാർക്ക് കറണ്ട് അഫെയർ. മണ്ണുമായിട്ട് ബന്ധമുണ്ടോ? ആ വർഷം പറഞ്ഞില്ല. അത് പീരിയോഡിക് ടേബിൾ നാമകരണ വർഷം 2019 ആണ്. ഈ വീഡിയോ കേൾക്കുമ്പോഴേ ലാസ്റ്റ് എല്ലാരും കൂടി പറഞ്ഞ് ഓരോരോ കണ്ടന്റ് എടുത്ത് അത് ചോദ്യത്തിലേക്ക് വരികയും ആ ചോദ്യം കുട്ടികൾക്ക് വരികയും ചെയ്ത ഈ മണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ നമ്മളെ വിഷയം ഇതാണല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം പറയുന്നത് ആർട്ടിക്കിൾ 21 ആണ്.
പിറന്ന മണ്ണിൽ ജീവിക്കുക. നമ്മൾ പിറന്ന മണ്ണിൽ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്, ഒരു പൗരന്റെ മൗലിക അവകാശമാണ്. ഒരു ഹോപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുവല്ലേ. അല്ല, അതാണ് ഇന്ത്യൻ ഭരണഘടന വിശ്വസിക്കുന്ന ആളുകൾ അതിൽ വിശ്വസിക്കണം. ആർട്ടിക്കിൾ 21 പ്രകാരം നമുക്ക് നമ്മുടെ മണ്ണിൽ നമുക്ക് ജീവിച്ച് മരിക്കാനുള്ള അവകാശമുണ്ട്. സാറേ, ഷിമിൻ സാറേ, നമ്മളെ LPUPന്റെ കാര്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മള് ക്രാഷ് ഏകദേശം ഒരു 30-35 ഡേയ്സ് ഒക്കെ ആയിരിക്കും ക്രാഷ് ചെയ്യുക. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് ക്രാക്ക് ചെയ്യുക എന്നുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് നമുക്കത് ഒരു ക്രാക്കിംഗ് സ്വഭാവം എങ്ങനെയാണ്, അതിന്റെ സ്ട്രാറ്റജി എങ്ങനെയാണ് വരിക? LPUP പരീക്ഷയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എത്ര ദിവസം പഠിക്കുന്നു എന്നല്ല, കറക്റ്റ് സിലബസ് ഉണ്ട്. നമുക്ക് സൈക്കോളജിയിൽ 20 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്, മാത്സിൽ 15 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്, ഇംഗ്ലീഷിൽ നമുക്ക് 10 മാർക്കിന്റെ ചോദ്യം, അതേപോലെ തന്നെ മലയാള പെഡഗോജി ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ സയൻസിൽ നസീബ് സാർക്ക് അറിയായിരിക്കും, കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ സയൻസിൽ എസ്പെഷ്യലി കെമിസ്ട്രിയാണ് കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടത്. എന്തായിരിക്കും അതിന് കാരണം ഉണ്ടാവുക പ്രധാനമായിട്ടും? സാറേ, ഇപ്പം നമുക്കറിയാം 2022-23 നടന്ന NCA നിയമനത്തിന്റെ ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ +1 +2 അതായത് +1 കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, +1 സൊല്യൂഷൻ, അതുപോലെ ഇക്വിലിബ്രിയം, +2 കെമിക്കൽ കൈനറ്റിക്സ് എന്നൊക്കെ ചോദ്യം വരലുണ്ട്. അപ്പൊ നമ്മളിപ്പം ACEL എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ക്ലാസ്സിൽ കയറുമ്പോഴും അതിന്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അതായത് ആ ക്വസ്റ്റ്യൻസ് മാത്രമല്ല അതിന്റെ അനുബന്ധമായിട്ട് എന്തൊക്കെയാണോ, കാരണം ഇപ്പോ ലാസ്റ്റ് നടന്ന എക്സാം LP എക്സാമിനാണ് ചോദിച്ചത്. അതായത് ഒരു ഫജൻസ് റൂൾ എന്ന് പറയുന്ന ഒരു റൂൾ, അതായത് നമ്മുടെ +1 കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്താണ് അത് പറയുന്നത്. പക്ഷെ അത് LPക്കാണ് ചോദിച്ചത്. കാരണം LPയുടെ എക്സാമിന് പോലും കെമിസ്ട്രി അത്രയും ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം പഠിച്ചു കഴിഞ്ഞാൽ 7+2 9 മാർക്ക് കിട്ടാൻ ഷുവർ ആണ്. നമ്മൾ പറഞ്ഞ ചോദ്യം നമ്മളെ ടോപ്പിക്കിൽ കൃത്യമായിട്ട് എവിടുന്നാ വരിക? നമ്മള് കെമിക്കൽ ബോണ്ടിങ് എന്നാണ്. ആ കെമിക്കൽ ബോണ്ടിങ് മാത്രമേ നമ്മുടെ സബ്ജക്റ്റിൽ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ ആകെ. പക്ഷെ 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആണ് രാസബന്ധനം. ഇതിൽ എന്ത് ചെയ്യുന്നില്ല, ഫജൻസ് റൂൾ പറയുന്നേ ഇല്ല. ഇത് പറയുന്നത് എവിടെയാണ്, +1 കെമിക്കൽ ബോണ്ടിങ്ങിലാണ് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പറയുന്ന സമയത്ത് ഫജൻസ് റൂൾ പറഞ്ഞതിന് ശേഷം അതിനുശേഷമുള്ള VSEPR തിയറി, MOT, ഹൈബ്രിഡൈസേഷൻ ഒക്കെ എടുത്താ പോകുന്നത്. കാരണം 2015 നടന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസറിന്റെ എക്സാമിന് ഹൈബ്രിഡൈസേഷനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ കുട്ടികളോട് ഇത് പറയും, ഇതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇത് ചോദിച്ചതാണ്. കാരണം ഫജൻസ് റൂൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്തായാലും എന്ത് ചെയ്യും, ചോദിക്കുമെന്ന് പറയും. അല്ല, നസീബ് സാറെ കുറിച്ച് ഒരു വീഡിയോ നമ്മുടെ ഒരു സ്റ്റുഡന്റ് ചെയ്തൊരു വീഡിയോ കണ്ടിരുന്നു. അത് എന്തായാലും നന്നായി, ഒരു കൺഗ്രാചുലേഷൻസ്. അത് കാരണം അത് ഒരു റയർ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ, ഏതോ ഒരു ചോദ്യം റയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ ലൈവില് ഡിസ്കസ് ചെയ്ത മജോറിറ്റി ക്വസ്റ്റ്യൻ തന്നെയാണ് സിവിൽ എക്സൈസ് ഓഫീസർ. അതേപോലെ തന്നെ ഇത് ബയോളജിയിൽ ഏതെങ്കിലും അങ്ങനെ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ 10th +2 ലെവലിലൊക്കെ ചോദ്യങ്ങൾ +2 ലെവലിലൊക്കെ ഉണ്ട്. ബയോളജി കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി എളുപ്പമായിട്ട് സാധാരണ ഇപ്പൊ പറഞ്ഞ പോലെ ഈ സയൻസ് വിഭാഗത്തില് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി നോക്കുമ്പോ കെമിസ്ട്രിയിലാണ്. പക്ഷെ കുട്ടിയൊക്കെ നമ്മൾ ക്ലാസ്സിൽ കയറുമ്പോൾ തന്നെ പറയും, കുട്ടികൾ ഇങ്ങനെ പറയും, നസീബ് സാറെ കെമിസ്ട്രി ഭയങ്കര ഹാർഡാ, കെമിസ്ട്രി കിട്ടൂല എന്ന് കുട്ടികൾ പറയും. പക്ഷെ ഈ ഇടയ്ക്ക് എനിക്കൊരു ജെന്യൂൻ ആയിട്ട് ഒരു അനുഭവം ഞാൻ പറയാം. നമ്മൾ ആ കുട്ടി ഹ്യൂമാനിറ്റീസ് പഠിച്ചു വന്ന കുട്ടിയാണ്. ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടിക്ക് ഒരിക്കലും എന്താവില്ല +1 +2 കെമിസ്ട്രി ഒരിക്കലും അത് പഠിക്കാൻ യാതൊരുവിധ ചാൻസും ഇല്ല. പക്ഷെ നമ്മളിത് ഡിസ്കസ് ചെയ്തപ്പം പിന്നെ പേഴ്സണലി നമ്മുടെ അടുത്ത് വന്ന കുട്ടികൾ എന്ത് ചെയ്യലുണ്ട്, ഉച്ചക്കൊക്കെ വന്ന് ഡൗട്ട് ചോദിക്കും, സാർ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ, അതൊന്നും കൂടെ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കലുണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അങ്ങനെയുള്ള, അതായത് അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്ന് അവർ മനസ്സിൽ വിചാരിക്കാതെ അവർ ശ്രമിച്ചിട്ട് എന്ത് ചെയ്യലുണ്ട്, അത് ക്രാക്ക് ചെയ്യണം എന്ന് എന്ത് ചെയ്യുന്നുണ്ട് അവർ. ടോണി സാർ, ഈ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ LPUPക്ക് സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറയും? ജോഗ്രഫി ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് മറ്റേ മണ്ണിനങ്ങള്, പിന്നെ ഗതാഗത മാർഗം, പിന്നെ അന്തരീക്ഷ ഘടന, അങ്ങനെയുള്ള ഭാഗത്ത് നിന്ന്, പിന്നെ നദികൾ എന്ന് പറഞ്ഞ, പിന്നെ പ്രത്യേക ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് എടുത്ത് പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ബേസ് തന്നെ SCRT ബേസ് തന്നെ കൂടുതലും വരുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിൽ അന്തരീക്ഷ ഘടന എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട്. അന്തരീക്ഷ ഘടന എന്ന് പറഞ്ഞ ഹെഡിങ് എന്ന് പറഞ്ഞ പാഠപുസ്തകമുണ്ട്. അതിലുണ്ടല്ലോ ബഹിരാകാശ ഗവേഷണവും, പിന്നെ അതുപോലെ ISR ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷെ ഇത് കറന്റ് അഫയറിന്റെ കാര്യം പറഞ്ഞപ്പോ ഓർമ്മ വന്നേ, ഈ കഴിഞ്ഞ 2-3 എക്സാമുകൾക്കൊക്കെ ചന്ദ്രയാൻ സബ്ജക്ട് വൈസ് ആണ്. നമുക്കറിയാം കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ 7+2 7+2 6+2 എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സിലബസിൽ. പക്ഷെ ലാസ്റ്റ് എക്സാമിന് സാറേ ചന്ദ്രയാന്റെ അകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് 10ാം തീയതി എക്സാമിന് ചന്ദ്രയാന്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. 13ാം തീയതി നടന്ന എക്സാമിനും ചന്ദ്രയാന്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് കെമിസ്ട്രിയുടെ
കെമിസ്ട്രിയുടെ പെർസ്പെക്റ്റീവില് ഏതൊക്കെ മൂലകങ്ങളാണ് റോവർ എന്ത് ചെയ്യുന്നത് ഐഡന്റിഫൈ ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. ഓക്സിജനും സൾഫറും. അതായത് ഓരോ സബ്ജക്റ്റിന്റെയും കറണ്ട് അഫയറിന്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻ. അങ്ങനെ ഇൻഡിവിജ്വൽ സബ്ജക്റ്റിന്റെ 2 മാർക്ക് വരുമ്പോൾ നല്ല മാർക്ക് തന്നെ എന്ത് ചെയ്യും കറണ്ട് അഫയറിന്റെ അകത്ത് ചോദിക്കുന്നുണ്ട്. ചെറിയ കാര്യം ഇപ്പൊ ഈ കറണ്ട് അഫയർ വന്നപ്പോഴാണ് സയൻസുമായിട്ട് ഞാൻ ഒരു കറണ്ട് അഫയർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ. ഒരൊറ്റ ചെറിയ കാര്യം, ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര. പക്ഷെ പല കുട്ടികളും ഇത് തെങ്ങ് എന്ന് എഴുതാൻ സാധ്യതയുണ്ട്. കാരണം ചന്ദ്രശങ്കരയും ചന്ദ്രലക്ഷ്യയും ഒക്കെ തെങ്ങിനാണ് അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്നത്. പക്ഷെ ചന്ദ്ര എന്ന് പറയുന്നത് ഒരു കറണ്ട് അഫയർ ആണ്. എന്താണെന്നറിയോ? സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടിലെ സ്പൈസസ് റിസർച്ച് സെന്റർ വികസിപ്പിച്ചെടുത്ത ഒരു കുരുമുളക് ഇനമാണ് ഇത്. ചന്ദ്രയാണ്. അപ്പൊ കറണ്ട് അഫയറിന്റെ കാര്യം പറയാൻ ഓർത്ത്, ഈ കറണ്ട് അഫയർ എന്നുള്ള ഈ കറണ്ട് എന്നുള്ള വാക്കിന് ഇംഗ്ലീഷ് എന്താ വിളിക്കുക അറിയാം? കറണ്ട് എന്നുള്ള വാക്കിന് അഡ്ജക്റ്റീവ് എന്നാ വിളിക്കുക. സാറേ 2 കറണ്ട് ഇല്ലേ? പ്രവാഹം എന്ന് പറയുന്ന ഒരു കറണ്ട് ഉണ്ട്, അത് അഡ്ജക്റ്റീവിനാണ് വിടുക. മനസ്സിലായി? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണം. അപ്പൊ അഫയർ എന്നറിയപ്പെടുന്ന വാക്കിന് വിശേഷിപ്പിക്കുന്ന വാക്കാണ് കറണ്ട്. ഇപ്പൊ കറണ്ട് അഫയറിലെ കറണ്ട് എന്നുള്ള വാക്കിന് അഡ്ജക്റ്റീവ് എന്നാ വിളിക്കുക. ഞാൻ കുട്ടികൾക്ക് ഒരു ഉപദേശം കൊടുക്കുകയാണ്. ഇംഗ്ലീഷിലെ സെന്റൻസ് കറക്റ്റ് ആണോ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ദ ഹാർഡർ യു വർക്ക് ദ ഈസിയർ യു പാസ് എക്സാം എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണ്. The harder you work, the easier you pass exam. The easier you pass exam. The more ശരിയാണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് സൂചിപ്പിച്ചുള്ളൂ. അത് PSC ക്ക് ചോദിക്കുന്ന ഒരു ഇനിയിപ്പോ ഒരു കാര്യത്തില് നമുക്കിപ്പോ കുട്ടികൾക്ക് ഏറ്റവും ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു സംഭവമാണ് മാത്സിൽ എങ്ങനെ സ്കോർ ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് കുട്ടികളുണ്ട് മാത്സിൽ ബേസ് ഇല്ല, അവർക്ക് വളരെയധികം ബേസ് ഇല്ല. ഈ ബേസ് ഇല്ലാതെ എങ്ങനെയാണ് ഈ 15 മാർക്കില് കൃത്യമായിട്ട് ഒരു 10 or 11 മാർക്കിലേക്ക് എത്തിക്കാൻ കഴിയുമോ? ഈ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള 2 ടോപ്പിക് ഉണ്ട്. നോർമലായിട്ട് ഫ്രാക്ഷൻസും ഡെസിമൽസും ഈ 2 ടോപ്പിക് ഉണ്ട്. ഈ 2 ടോപ്പിക് പഠിക്കുന്നവർക്കാണ് എന്താ പറയുക കാൽക്കുലേഷൻ സ്പീഡ് ആവുള്ളൂ. അതാണ് സിലബസിൽ ഫസ്റ്റ് 2 ടോപ്പിക് തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഫ്രാക്ഷൻ ഡെസിമൽ അത് വെച്ച് നല്ല ക്വസ്റ്റ്യൻസ് അവർ ഉണ്ടാക്കുന്നുണ്ട്. ഈ പറഞ്ഞ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു 2 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യനോ ഏതെന്ന് വരാൻ ചാൻസ് ഉണ്ട്, ഇത്തിരി ടഫ് കൂടി വരാൻ ചാൻസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ബേസ് ക്ലിയർ ആവണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഫ്രാക്ഷൻ ഡെസിമൽ. ഇത് കൂടാതെ നമ്മുടെ സാധാരണ പോലുള്ള പെർസെൻറ്റേജ് ഇങ്ങനെ ഐറ്റംസ് ക്ലിയർ ചെയ്യണം. അത് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാറുണ്ട് ഈ പറഞ്ഞ ടോപ്പിക്ക്. അതിപ്പോൾ ബേസ് അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും ഏറ്റവും ബേസ് ടു ടോപ്പ് എന്നുള്ള ഒരു അബവ് ആവറേജ് ലെവലാണ് ക്ലാസ്സുകൾ നമ്മൾ എപ്പോഴും കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തിരി സ്പീഡ് കൂട്ടിയവർ ചെയ്തോട്ടെ, എന്നാലും നമ്മൾ അവരെ കൂടി കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ മാത്സിന്റെ അതേപോലെ കൺസേൺ കുട്ടികൾക്ക് മലയാളത്തിലും മലയാളം സാറേ നമ്മളെ ക്ലാസ്സിൽ ഈ സാറ് പറഞ്ഞ കറക്റ്റാ. നമ്മളെ ഈസ് ബേസിക് മാത്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. എല്ലാ ശനിയാഴ്ചയും പല സെന്ററുകളിലും ഉണ്ട് കേട്ടോ. പെരിന്തൽമണ്ണ ഉണ്ട്, മലപ്പുറത്തൊക്കെ ഉണ്ട് ബേസിക് മാത്സിന്റെ ക്ലാസ് ഉണ്ട്. കുട്ടികളുണ്ട്. അപ്പൊ നമ്മൾ -1 -5 കൂട്ടാൻ അറിയില്ല കുട്ടികൾക്ക്. അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ അത് നമ്മൾ എയ്സ് കൊടുക്കാറുണ്ട്. എല്ലാ ശനിയാഴ്ചയും നമ്മൾ ബേസിക് മാത്സ് കൊടുക്കാറുണ്ട്. സാറേ മലയാളത്തിന്റെ കാര്യമാണ് കുട്ടികൾക്ക് മറ്റൊരു പ്രശ്നം. 10 മാർക്കിനാണ് സാറേ LP UP മലയാളം വരുന്നത്. വളരെ പ്രധാനപ്പെട്ട നമ്മൾ പറയുന്ന അതേ ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ എക്സാമിലൊക്കെ കണ്ടത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫയർ വുമൺ എന്നുള്ള എക്സാം എടുക്കുകയാണെങ്കിൽ, ഫയർമാൻ എന്നുള്ള എക്സാം എടുക്കുകയാണെങ്കിൽ ഒരുപാട് എക്സാമുകളിൽ എല്ലാം നമ്മൾ പഠിപ്പിച്ച ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും എയ്സിന്റെ ക്ലാസ് പിന്തുടരുന്ന ഒരു മത്സരാർത്ഥിക്ക് മലയാളത്തിൽ നിന്ന് ആ 10 മാർക്കും വാങ്ങിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് സാറേ നമ്മുടെ ക്ലാസ് മുന്നോട്ട് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കുട്ടികൾ പറയലുണ്ട് സെയിം ക്വസ്റ്റ്യൻ റീസെന്റ് സാറേ റീസെന്റ് നടന്ന എക്സാമില് സാറിന്റെ ലൈവിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ എയ്സിന്റെ റിസൾട്ട് നമുക്ക് എപ്പോഴും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 1ാം റാങ്കിന്റെ ഒരു പോസ്റ്റർ കണ്ടു റീസെന്റ്. അതായത് കഴിഞ്ഞ 1000 റാങ്കില് അറൌണ്ട് ഒരു 60% 70% ഒക്കെ നമുക്ക് തന്നെയായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റും എന്താണ്, ഒരു 90% ഞങ്ങൾ പറയുന്നു 90% എയ്സിൽ വരുന്ന കുട്ടികൾക്കാണ് റാങ്ക് ഉണ്ടാവുക. അതുകൊണ്ട് എടുത്തു പറയാം. എന്നാണ് ലൈവ്? മാർച്ച് 4-നല്ലേ സാറേ ലൈവ്? മാർച്ച് 4-ാം തീയതി മാർച്ച് 4-ന് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ എല്ലാവരും വന്ന് ചേരണം. കാരണം ഞങ്ങൾ ഇത്രയും പേര് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് വരെ, എക്സാം കഴിയുന്നത് വരെ. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു എന്താ പറയുക നമുക്കൊരു കോൺഫിഡൻസ് കുട്ടികൾക്ക് കൊടുക്കാനാവുള്ളൂ. അല്ല, ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് ഇപ്പൊ പല സെന്ററുകളും പല ഓൺലൈൻ
പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ പോയിന്റുകൾ ഇങ്ങനെ നൽകിയിട്ടുള്ള ഒരു പഠന രീതിയാണ് നമ്മൾ ക്ലാസ്സിൽ കൊടുക്കുന്നത്. വളരെ ആധികാരികത. ഇപ്പൊ സൈക്കോളജിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 20 മാർക്കിന് സൈക്കോളജി ഉണ്ട്. ആ 20 മാർക്കിൽ ഒരു കുട്ടിക്ക് 18 മാർക്കെങ്കിലും കിട്ടുന്ന തരത്തിൽ വളരെ ഡീപ്പ് ലെവലിലായിട്ട് കുറച്ചുകൂടി അപ്ലിക്കേഷൻ ലെവലിൽ കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ ക്ലാസ്സും പ്ലാൻ ചെയ്തത്. അതേപോലെ തന്നെയാണ് മലയാളം ഉള്ളത്. ഇപ്പൊ മാത്സ് ഷിബിൻ സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മാത്സ് വളരെ ബേസ് ആദ്യം കൊടുത്തിട്ട് കുറച്ചിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ബുസ്റ്റേഴ്സ് ആർക്കും കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇംഗ്ലീഷ് എങ്ങനെയാണ് ഇംഗ്ലീഷിനെ കുറിച്ച് ഡീപ്പായിട്ട് എങ്ങനെയൊക്കെ ഏതൊക്കെ ഭാഗം കവർ ചെയ്യണം അതൊക്കെ ജസ്റ്റ് ഒന്ന് പറയും. എത്ര മാർക്കാണ് ഇപ്പോ LPUP ഇംഗ്ലീഷ് മൊത്തം 10+2 മീൻസ് പെഡഗോജിക്ക് 2 മാർക്ക് ഉൾപ്പെടെ 12 മാർക്കിന് ഇംഗ്ലീഷ് ഉള്ളത്. അപ്പോൾ ഗ്രാമർ വൊക്കാബുലറി ആണ് മെയിൻ ആയിട്ട് ഇംഗ്ലീഷിൽ പഠിക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാമർ എന്നറിയപ്പെടുന്ന ഭാഗം നമുക്ക് 5 മാർക്ക് ചോദിക്കാം, ചിലപ്പോൾ 6 മാർക്ക് ചോദിക്കാം. കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അതെ അതെ, അത് കുട്ടികൾ സെൽഫായിട്ട് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ക്ലാസ്സിൽ പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ഈ കോമ്പറേഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ക്ലാസ് സമയത്ത് ടൈം ഒരു പരീക്ഷയില്ലേ കഴിഞ്ഞ കട്ട് ഓഫ് കുട്ടികളെ ഏറ്റവും കൺസേൺ അതാണ്. ഇപ്പൊ നമുക്ക് ഒരു LPUP പരീക്ഷ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ കൺസേൺ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൊക്കാബുലറി ആണ്. അതിലാണ് കുട്ടികൾ ഗ്രാമർ ഒക്കെ പഠിച്ചെടുക്കുക. പക്ഷെ വൊക്കാബുലറി എന്നറിയപ്പെടുന്ന ഭാഗം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് ആൻസർ ചെയ്യാം. അതിനെ ചോദിക്കുള്ളൂ. പ്രീവിയസ് ഒരുപാട് ഒരു 2000 മുതലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിന്റെ ഭാഗം എടുത്തിട്ട് അതിലെ സിനോണിംസ് ആന്റണിംസ് ഒക്കെ കുറെ നോക്കുക. അവിടെ നിന്നാണ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഷെയ്ം സാർ, എനിക്കൊരു ഡൗട്ട്. നമ്മുടെ ഈ ക്ലാസ്സിലൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, സൈക്കോളജിയുടെ 4 ആൻസർ ആണെന്ന് തോന്നുന്നത്. ഒന്നാമത്തത് വായിച്ചു കഴിയുമ്പോൾ, ഓപ്ഷൻ വായിച്ചു കഴിയുമ്പോൾ അത് ആൻസർ ശരിയാണെന്ന് തോന്നുന്നു. രണ്ടാമത്തെ വായിച്ചു കഴിയുമ്പോൾ അതും ശരിയാണെന്ന് തോന്നുന്നു. അപ്പൊ അതെങ്ങനെയാ അത് ക്രാക്ക് ചെയ്യുക? സൈക്കോളജിയുടെ ഒരു ആധികാരിക ചോദ്യങ്ങളാണ് വരുന്നത്. അതായത് നമ്മളിപ്പോ ജസ്റ്റ് ഇങ്ങനെ ഒരു സെന്റൻസ് ഇങ്ങനെ പറഞ്ഞ് ഇത് കണക്ട് ചെയ്താൽ ഇത് ഉത്തരം കിട്ടും, ഇത് കണക്ട് ചെയ്താൽ ഉത്തരം കിട്ടും എന്നുള്ള ആ സ്ട്രാറ്റജി ഒന്നും ഇപ്പൊ പോസിബിൾ അല്ല. ഇപ്പൊ നമുക്ക് വരുന്നത് കുറച്ചുകൂടി നല്ല ഡീപ്പ് ആയിട്ടുള്ള നാല് ഓപ്ഷൻസ് ഒരേപോലെ തോന്നും. അതിൽ വ്യക്തത വരുത്താനാണ് നമ്മളെ ഈസിലൊക്കെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. കറക്റ്റ് നോട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻ പ്ലാൻ ചെയ്യുക, ആ രീതിയിൽ മുന്നോട്ട് പോകുക. നമ്മൾ കുറെ സമയമായല്ലോ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ശരിക്കും മാർച്ച് 4-ന് നമ്മൾ ഒരു ക്രാഷ് ബാച്ച്. അപ്പൊ പറയുവാണെങ്കിൽ മാർച്ച് 4 എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിലെ നിർണായകമായ ഒരു ദിവസമാണ് അല്ലെ? കുറെ ഡെയിലി വേജ് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. പിന്നെ നമുക്ക് എന്തുണ്ട്, കുറെ കുട്ടികളുണ്ട്. അതായത് ഇപ്പൊ എങ്ങനെയെങ്കിലും പഠിക്കാം. പിന്നെ മറ്റു ജില്ലയിൽ നിന്ന് കുട്ടികളുണ്ടാവും. ഒരു 2 മാസമൊക്കെ വേണമെങ്കിൽ അവർക്ക് അല്ല സാർ, നമ്മുടെ എടപ്പാൾ എയ്സിലൊക്കെ തൃശ്ശൂർ കഴിഞ്ഞ് എറണാകുളത്ത് നിന്നൊക്കെ വന്ന് കുട്ടികൾ സ്റ്റേ ബാക്ക് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഏത് ജില്ലയിലുള്ള കുട്ടികൾക്കും ഇപ്പൊ നല്ലൊരു ഹോസ്റ്റൽ സൗകര്യം ഉണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു ടീച്ചേഴ്സിന്റെ ഒരു ആംബിയൻസ് തന്നെയാണ് ഒരു റിസൾട്ടിനെ തീർച്ചയായിട്ടും സ്വാധീനിക്കുക. അപ്പൊ നമുക്ക് ഇതില് ഒന്ന് നോക്കുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്രാഷിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, ആ ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ സാർ, ഞാൻ പറയട്ടെ. നമ്മൾ ക്രാഷിന് അറൗണ്ട്, അതായത് എന്റെ പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പം ഓരോ ചാപ്റ്ററിന്റെ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആയിട്ട് ഈ നോട്ട്സ് നമ്മൾ എന്ത് ചെയ്യും, കുട്ടികൾക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അവിടുന്ന് തന്നെ ഇരുത്തി പറഞ്ഞ് പഠിപ്പിച്ചിട്ട് +2 സെഷൻ വേറെ, 10ാം ക്ലാസ് വരെ ചോദിച്ച വേറെ, പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ച വേറെ, അതായത് 2022-23 ചോദിച്ച NCA നിയമത്തിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കറക്റ്റ്, അതായത് ഒരു നമ്മൾ പറയത്തില്ലേ ക്യാപ്സ്യൂൾ ആയിട്ടാണ് നമ്മൾ ആ കുട്ടിയെ കൊടുക്കുക. അത് പഠിച്ചാൽ എന്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് കെമിസ്ട്രിയിൽ എന്തായാലും 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതെ, അപ്പൊ നമുക്ക് ഈ ഒരു 35 ദിവസത്തെ ഒരു ക്ലാസ്, ഒരു പാക്കേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റുഡൻസിന് അഷ്യൂർ ചെയ്യുന്നത്. ഈ ഒരു പാക്കേജിലൂടെ നമുക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളുണ്ട്, സൈക്കോളജിയുടെ ക്ലാസ്സുകളുണ്ട്. അതും പെർഫെക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും വിത്ത് മെറ്റീരിയൽസ്, മലയാളം ഉണ്ട്. പിന്നെ ജികെയുടെ ക്ലാസ്സിന് നമുക്ക് എന്തുണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. എല്ലാ ക്ലാസ്സുകളും നല്ല പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു കുട്ടിക്ക് ഇപ്പൊ നമ്മുടെ കേരളത്തില് ഏതൊരു സെന്ററിനെയും ഓൺലൈൻ ഓഫ്ലൈനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അതായത് 1600 പേരെയും നമുക്ക് എയ്സിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സാർ, ഒരു കാര്യം, അതായത് റിസൾട്ട് ഉള്ളിടത്ത് നിങ്ങൾ വന്ന് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെ? കാരണം ഇത് വായുവിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയൂല. ഇത് പ്രീവിയസ് ആയിട്ടുള്ളിടത്ത് നിന്ന് തന്നെ റിസൾട്ട് ഇവിടെ എടുക്കുള്ളൂ, അത് ഉറപ്പാണ്. അപ്പൊ റിസൾട്ട് ആണോ, അപ്പം അതാണല്ലോ റിസൾട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ റിസൾട്ട് ഉള്ളിടത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായിട്ടും വന്ന് പഠിക്കാന്ന് എനിക്ക് കുട്ടികളോട് മാർച്ച് 4-ന് ബാച്ച് തുടങ്ങുക. അപ്പൊ നമ്മുടെ എയ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിന്റെ
ഒരു ആധികാരികമായിട്ട് ടീച്ചേഴ്സിന്റെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, അതേപോലെ നല്ല സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും 100% റിസൾട്ട് ആഗ്രഹിക്കുന്ന കുട്ടിക്ക് കേരളത്തിന്റെ 14 ജില്ലയിൽ നിന്നും നമുക്ക് കുട്ടികൾക്ക് പഠിക്കാനുള്ള എന്തുണ്ട് ഒരു ഫെസിലിറ്റി ഉണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നല്ല കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് നമ്മൾ ഒരു കൂട്ടം ടീച്ചേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് ചർച്ചയിൽ കുറച്ച് ടീച്ചേഴ്സ് മാത്രമേ, ടീച്ചേഴ്സ് ഇനിയും ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി നിങ്ങളുടെ ജീവിതത്തിന് ഒരു നല്ലൊരു വിജയം നൽകും. അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഒരു കാഷ്വൽ ആയിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി അറിയണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെ വരിക. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു റിസൾട്ടിന് വേണ്ടിയിട്ട്. ഓക്കെ, തീർച്ചയായിട്ടും. അതായത് ഇവരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങൾ റെഡിയായാൽ മാത്രം മതി. അപ്പം ഡേറ്റ് മറക്കണ്ട, മാർച്ച് 4-ാം തീയതിയാണ്. മാർച്ച് 4-ാം തീയതി. ചായ ചായ ചായ. എനിക്ക് ഷവായ വേണ്ടേ?